ഡൽഹി എയർപോർട്ടിലെ തത്സമയ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. PR അരവിന്ദ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, വലിയ ആശങ്കകളുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും, അതിനിപ്പോൾ അവസാനമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ കാത്ത് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ എയർപോർട്ടിന് പുറത്ത് കാത്തു നിൽക്കുകയാണല്ലേ? എന്തായാലും പശ്ചിമേഷ്യ സംഘർഷങ്ങൾക്ക് പിന്നാലെ വലിയ പ്രതിസന്ധിയായിരുന്നു ഗൾഫ് രാജ്യങ്ങളടക്കം ഉണ്ടായിരുന്നത്. അബുദാബിയിലും അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അബുദാബിയിൽ നിന്നുള്ള ഡൽഹിയിലേക്കുള്ള വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ചില വൈകൽ അല്ലെങ്കിൽ വിമാനം വൈകുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. നിരവധി കുടുംബങ്ങൾ അവരെ കാണാൻ, കാരണം കഴിഞ്ഞ 2 ദിവസമായി വിമാന സർവീസുകൾ എത്തിയിരുന്നില്ല. അവർ കുടുംബങ്ങൾ ഇവിടെ വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുകയാണ്. ആപ്കാ കോൻ ആ രേ അബുദാബി സെ? बेटा आ रहा है। कितना दिन से वहाँ फंसा है? वो 28 तारीख की फ्लाइट थी उसकी। उससे बातचीत कर सकते हैं सर? എന്തായാലും ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അബുദാബിയിൽ നിന്നുള്ള കുടുംബങ്ങളെ കാത്ത്, അവിടെ എത്തുന്ന ഉറ്റവരെ കാത്ത് നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും 4 വിമാന സർവീസുകൾ പ്രധാനമായും അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. എന്തായാലും ഇവിടെ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചില പ്രശ്നങ്ങൾ പറയുകയാണ്. ഇവിടെ തത്സമയം ലൈവ് നൽകാൻ സാധിക്കില്ല എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ ആശ്വാസം, കാരണം കഴിഞ്ഞ 2 ദിവസമായി വലിയ ആശങ്കയിലായിരുന്നു പല കുടുംബങ്ങളും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം അവരുടെ ഉറ്റവർ എന്നാണ് മടങ്ങിയെത്തുക. കാരണം അവിടെ വിനോദസഞ്ചാരത്തിനായി പോയവരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോയവരുണ്ട്. കാരണം നിരന്തരം വിമാനം റദ്ദാക്കുന്ന നിലപാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നാണ് അടിയന്തരമായി ചില വിമാന സർവീസുകൾ അബുദാബിയിൽ നിന്നടക്കം പുനരാരംഭിക്കുകയും ആ വിമാനങ്ങൾ ചിലത് ഇന്ത്യയിലെ ചില നഗരങ്ങളിലേക്ക് എത്തുകയും ചെയ്തത്. കൊച്ചിയിലേക്ക് അടക്കം വിമാനമുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഡൽഹിയിലെ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മുറ്റവർ അവരെ കാത്ത് വിമാനത്താവളത്തിൽ തുടരുകയാണ്. സിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.